നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് 2/10/2024 ഗാന്ധി ജയന്തിയാണ് അല്ലേ? എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്നത്തെ ഡേറ്റിൻ്റെ എനർജി പറയാതെ തന്നെ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2, അതായത് 2 പേഴ്സണാലിറ്റി 2-ാം തീയതി ആണല്ലോ, അപ്പോൾ 2 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും 2 എന്നുള്ള എനർജിയാണ് വരുന്നത്. അപ്പോൾ 2 തവണ ആവർത്തിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ചന്ദ്രൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് ചുരുക്കം. ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു പേര് തന്നെ ഇടണം. കാരണം ചന്ദ്രൻ്റെ എനർജിയാണ്, പിന്നെ മനസ്സിൻ്റെ കാരകനാണ്. അത് ആവർത്തിച്ച് വരുമ്പോഴേക്കും അതിന് കൺട്രോൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മനസ്സിന് വിഷമതകൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു എനർജിയാണ്. നല്ല പേരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ റെഡിയാക്കിക്കൊണ്ട് അവർക്ക് ഒരു ഉയർന്ന നിലകളിലേക്ക് പോകാനും സാധിക്കും. എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാനുള്ള നമ്പർ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. ഇത് നമ്മുടെ 80ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആരംഭിക്കാം. നമുക്ക് ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ആരാണ്? ശിവൻ. ഓക്കെ, ശിവൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ശിവന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 7/1/1968. ശിവൻ എന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനീഷ്യലോ എന്തെങ്കിലും ഉണ്ടോ? ശിവൻ എന്ന് കഴിഞ്ഞിട്ട് ഇനീഷ്യലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്കൻഡ് നെയിം, സർ നെയിം? പി എന്ന് മാത്രം അല്ലേ? PS. ഓക്കെ, ശിവൻ PS. ശിവൻ നിലയുടെ സ്പെല്ലിംഗ് SIVAN എന്നാണോ? SH ഉണ്ടോ? SIVAN. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 4. അപ്പോൾ 7ന്റെയും 4ന്റെയും ഒരു കൂടിച്ചേരലാണ്. പൊതുവേ അത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വളരെ മോശമൊന്നും പറയാനില്ല, കുഴപ്പമില്ല. പക്ഷെ പേരിൻ്റെ എനർജി ശിവൻ PS എന്നുള്ള എനർജി അത് പിന്നെ 27 വരുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അഗ്രസീവ് ആകുക. ഇപ്പം നമുക്ക് ആദ്യം നമ്മളുടെ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എടുത്തുചാട്ടങ്ങളിലൂടെ പ്ലാനുകൾ മാറി മറ്റൊന്നിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇതിൽ കാണുന്നത്. പേരൊരു ബെസ്റ്റായിട്ടുള്ള പേരെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമുക്ക് എന്തായാലും പേര് നമുക്ക് അധികം ഗുണമില്ലെങ്കിലും നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളൊന്ന് അറിയപ്പെടാനൊക്കെയുള്ള സാധ്യതയും ഉണ്ട്. കേട്ടോ? അപ്പോൾ ആ പേരിൽ കാര്യമായിട്ട് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പേരിൻ്റെയും ഇതിൻ്റെയും അവസ്ഥ. അപ്പോൾ പേരിൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പേരിനെ ഒന്ന് റെഡിയാക്കി ബെസ്റ്റാക്കി കൊണ്ടുപോവുക. അപ്പോൾ ഇതാണ് കാര്യം. നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ എന്തൊക്കെ നമ്മൾ തെന്നി വീഴാതിരിക്കുക, പിന്നെ നമ്മൾ അഗ്രസീവ് ആകാതിരിക്കുക, അതൊക്കെ ഇതിൽ പറയാനുണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് 7ന്റെ എനർജിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2ന്റെ അതേ എനർജിയാണ് വരുന്നത്. മനസ്സിന് ചാഞ്ചാട്ടം, ഇമോഷണലി നമ്മൾ പിന്നെ ബാഡായിരിക്കുക എന്ന് വെച്ച് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നമുക്ക് സ്വയം ഫിറ്റായിട്ടിരിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയും കാണുന്നുണ്ട്. കേട്ടോ? അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ സ്പെഷ്യലായിട്ട്? അപ്പോൾ പേരതാണ് ശിവൻ PS എന്നുള്ളതിൽ ഒരു മാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുക. തീർച്ചയായിട്ടും അത് പിന്നെ നമുക്ക് ഗുണം ചെയ്യും. കേട്ടോ? എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് ഇപ്പം വിളിച്ചത് പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് 7ഉം 4ഉമാണ് വരുന്നത്. അപ്പോൾ 7ഉം 4ഉം വരുന്നത് പൊതുവേ അത് നല്ലൊരു കൂടിച്ചേരലാണെങ്കിലും പേരെന്തായിരിക്കണം? സുഖമായിരിക്കണം. പേര് അതുകൂടി ആകുമ്പം ഒരു സംഭവ ബഹുലമായിട്ടുള്ള
എന്താ പറയുക, ഒരു യുദ്ധങ്ങളൊക്കെ ഇല്ല പോലെയുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള ജീവിതമായിരിക്കും. അത് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമെങ്കിൽ പോകും, സാധിക്കും അല്ലേ. പലവർക്കും പല മൈൻഡ് സെറ്റാണ്. ചിലവർ ജോലിയുമായിട്ട് ഒതുങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, ചിലവർ വെറുതെ ജോലി മാത്രം ചെയ്താൽ പോരാ, എനിക്ക് ഇവിടെ ജനിച്ചതുകൊണ്ട് ഇവിടെ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ പലതരം മൈൻഡ് സെറ്റാണ് അല്ലേ. ചിലവർക്ക് ഒന്നും നമുക്ക് റിസ്ക് എടുക്കാനേ പറ്റില്ല, അവർക്കെന്താ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ജീവിക്കണം എന്നാണ് ആഗ്രഹം. മറ്റുള്ളവർക്ക് റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കണം എന്നാലേ സന്തോഷമാവുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഓരോരാളുടെയും സന്തോഷം നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയതിനെ കൊണ്ട് നമുക്ക് സമാധാനമാകുമോ, അല്ലെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സന്തോഷമാവുമോ, അങ്ങനെ പലതും അവരവരുടെ എനർജിക്ക് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും അതുപോലെയാണ് ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സന്ദേശ്. ആരാണ്? സന്ദേശ്. SANDESH. സന്ദേശ്. SANDESH. സന്ദേശ്. ഇനീഷ്യൽ എന്താണ് പറഞ്ഞത്? എ. ഓക്കെ, സന്ദേശ് എ. അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 20/3/1997. 20/3/1997. ഓക്കെ, സന്ദേശ് എ. SANDESH. സന്ദേശ്. എച്ച് ഇല്ല. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ശരി ശരി ശരി. നമസ്കാരം, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 4 ആണ്. 2ൻ്റെയും 4ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് 20. അപ്പോൾ 2ഉം 4ഉം ആണ്. അത് രണ്ടും പരസ്പരം അത്ര യോജിക്കാത്ത 2 എനർജീസാണ് ഡേറ്റ് ഓഫ് ബർത്തിലുള്ളത്. അപ്പോൾ മികച്ചൊരു പേര് വേണം. പക്ഷേ സന്ദേശ് എ എന്നുള്ളത് പിന്നെ അത് ചൊവ്വയുടെ എനർജി പ്രകാരമുള്ള അത് ഒരു പിന്നെ ചൊവ്വയുടെ എനർജി പ്രകാരമുള്ള ഒരു പേരാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഇമോഷണലി ആയിട്ടുള്ള ബാലൻസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ആ പേര്. കാരണം നമ്മളെ എപ്പോഴും അഗ്രസീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ പേരിൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാകുമ്പം തൊട്ട് മുമ്പ് വിളിച്ച ആളുടെ സെയിം എനർജി ആയിട്ട് നേരെ ഒരു ബന്ധമുള്ള എനർജിയാണ് ഈ കോളും. അപ്പോൾ ഇത് നമ്മൾ അഗ്രസീവ് ആകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, നമ്മൾ അഗ്രസീവ് ആകാതിരിക്കുക. കാരണം അഗ്രസീവ് ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് പകരം പല ഘട്ടങ്ങളിലും നമ്മളൊരു കാരിയറിനെ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് മറ്റൊന്നിലേക്ക് മാറേണ്ട അവസ്ഥയൊക്കെയാണ് കാണുന്നത് കേട്ടോ. ചെയ്യേണ്ടത് ഓക്കെ, അതിന് ചെയ്യാനുള്ളത് നമുക്ക് പേരിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ സംഭവ ബഹുലമായ ഭയങ്കര ഉയർച്ചയും താഴ്ചകളൊക്കെ ഉണ്ടായ, ഇപ്പോൾ അധികം വയസ്സൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും ഈ പ്രായത്തിൽ തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? പേരിൽ എങ്ങനെ മാറ്റം വരുത്തണമെന്നാണ്. അല്ല, ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ? കേട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു എനർജിയാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണോ അനുഭവത്തില്? അതെ അതെ അതെ, ഒരു ഇന്ററാക്ഷൻ കുറവുള്ള ആളാണ്. ഇന്ററാക്ഷൻ കുറവാണ്. പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളെ സംസാരത്തിലാണെങ്കിലും ഇതും പേരിലൊരു മാറ്റം വരുത്തുന്നത് നല്ലൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ഞാൻ എന്താണ് പേരിൽ ചെയ്യേണ്ടതെന്നുള്ളത്. പല ആൾക്കാരും അത് ചോദിക്കാറില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുക ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൽ സന്ദേശിൽ ഒരു എച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മനോഹരമാവും ആ പേര്. കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ, എന്തോട് സാറേ ഒന്നും കേട്ടില്ല, ശരിക്കും കേട്ടില്ല. അതായത് DH കൂടി ആഡ് ചെയ്യും ആ പേരിന്. SANDHE ആക്കുക. ഓക്കെ, SANDSH എന്നുള്ളത് HESH ആക്കുക. സന്ദേശ് എന്നല്ല DHESH ആക്കുക. ഓക്കെ, അപ്പൊ എസ് മാറ്റുക എന്നുള്ളതോ? അല്ല, ഞാൻ ഒന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമോ? ഞാൻ പറയാം, പറയുന്നത് കേൾക്കൂ കേട്ടോ, സംസാരിക്കാതിരിക്കും ഒരു നിമിഷം. അതായത് SANDHESH പിന്നെ ഇനീഷ്യൽ ആയും. ഓക്കെ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ശരി, ആ ഡിയുടെ ശേഷം ഒരു H ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ശരി, എന്തോ അവിടെ അതെന്തോ കോള് കട്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് ഡിന് ശേഷം ഒരു H ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ, നമുക്ക് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാവും നമ്മളിങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ. അവർ ഏതോ സൗണ്ട് കേൾക്കാത്ത സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ റേഞ്ചും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അദ്ദേഹം ഇനി ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഒന്നും കൂടി ഞാൻ പറയാം, SANDHESH പിന്നെ ഇനീഷ്യൽ A. അപ്പോഴേക്കും ഒരു വളരെ മനോഹരമായിട്ടുള്ള പേരാകും. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ തന്നെ ഒരു നല്ല മാറ്റം ഉണ്ടാവും. കാരണം ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോമ്പിനേഷനും പേരിൻ്റെ കോമ്പിനേഷനും കൂടിയിട്ട് അഗ്രസീവായിട്ടുള്ള ഒരു വല്ലാത്ത നിലയിലാണ് അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ന്യൂമറോളജി പ്രകാരമുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സിന്ദൂര. സിന്ദൂര. ഓക്കെ, സിന്ദൂര എന്നുള്ള പേര് ആദ്യമായിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? എന്റെ പേര് സിന്ദൂര KK. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് പറഞ്ഞ? തലശ്ശേരി. ഓക്കെ, സിന്ദൂര KK. അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 30/9/94. 30/9/1994. ഓക്കെ, സിന്ദൂര എന്നുള്ളൊരു സ്പെല്ലിംഗ് പറയാം. SINDHURAKK. DOOR. ഓക്കെ, അങ്ങനെ മാറ്റുണ്ടെങ്കിൽ പറയണ്ടേ. ഓക്കെ, സിന്ദൂര KK. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. ഓക്കെ. ഹലോ സിന്ദൂര, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 8 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടിച്ചേരൽ പ്രകാരം നല്ലൊരു പേര് നിർബന്ധമാണ്. ഇപ്പോൾ ഈ പേരിൻ്റെ എനർജി പ്രകാരം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പേരാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. സിന്ദൂര, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. പിന്നെ സിന്ദൂരയുടെ സർനെയിമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതായത് ഫോർ എക്സാമ്പിൾ സർനെയിം മാറ്റാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പിന്നെ ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യാം, അച്ഛന്റെ പേര് ആഡ് ചെയ്യാം, തറവാട്ട് പേരിടാം. അങ്ങനെയൊന്നും ആഡ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ഇതിപ്പോ ഞാൻ H എന്ന് ചേർത്തിട്ടും അതിനെ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല, പിന്നെ U എന്നാക്കിയിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ അത് എല്ലാം സെയിം ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. സിന്ദൂര ദേവി എന്നാക്കിയാൽ സിന്ദൂര എങ്ങനെയുണ്ടാവും? ദേവി. ഓക്കെ, ഒരു മിനിറ്റ്. സിന്ദൂര ദേവി KK എന്നാണെങ്കിൽ ബെറ്റർ ആണ്. ബെറ്റർ ആണ്. DEVI. ഓക്കെ, DEVI കേട്ടോ, ദേവി. പിന്നെ ഒരാളുടെ കൂടി ഒന്ന് ചോദിക്കാൻ പറ്റുമോ? അത് നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു പ്രാവശ്യം ഒരാളുടേതാണ് നമ്മൾ ഇതിൽ ചെയ്യുക. അപ്പോൾ സിന്ദൂര ദേവി KK എന്നാക്കുമ്പോഴേ നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം അത് കൊണ്ടുതരും കേട്ടോ.
സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഓക്കെ സർ, താങ്ക് യു. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3 ലൈഫ് പാത്ത് നമ്പർ 8 ആണ്. അപ്പോൾ 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവേ ശനിയുടെ എനർജി ഉണ്ട്. അപ്പോൾ ശനിയുടെ കൂടെ വ്യാഴത്തിൻ്റെ എനർജിയാണ് പേഴ്സണാലിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അത് പൊതുവേ മോശമല്ല. കാരണം 2 ശക്തിശാലിയായിട്ടുള്ള ഗ്രഹങ്ങളാണെങ്കിലും പൊതുവെ വലിയ ഗുണവും ദോഷവും ഇല്ല. അതായത് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ആ സ്ഥിതിക്ക് ആ പേരിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തുമ്പോൾ ഉയർന്ന രീതിയിലേക്ക് തന്നെ പോകാൻ പറ്റും. ഇപ്പോഴുള്ള അവസ്ഥ കുറച്ച് അല്ലേ, ഇതിനെ ഉയർത്തുന്ന അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു എനർജി പ്രകാരം നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പേരായിരിക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നല്ല. അതുകൂടാതെ മനസ്സിനെ കുറച്ചും കൂടി ഡൗൺ ആക്കുന്ന ഒരു എനർജി കൂടിയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ആ പേരിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചത് അവരുടെ തന്നെ തന്നൊരു സജഷനാണ് സിന്ദൂര ദേവി എന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് അതിൽ കിട്ടി. അപ്പോൾ നമുക്കും അങ്ങനെ അത് ബെസ്റ്റാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പ്രഭ. ഓക്കെ, പ്രഭയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മോളുടെ. ഓക്കെ, മോളുടെ പേര് പറയും. അനന്തലക്ഷ്മി. എന്താണ്? അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി എന്ത് സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്? അതൊന്ന് പറഞ്ഞേക്കും. അനന്തലക്ഷ്മി. ഇനി ഇനീഷ്യൽ വല്ലതും ഉണ്ടോ ഇത് കഴിഞ്ഞിട്ട്? AS. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അനന്തലക്ഷ്മിയുടെ. 30/12/2000. 30/12/2000. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3 ലൈഫ് പാത്ത് നമ്പർ 8 ആണ്. ഇപ്പം തൊട്ട് മുമ്പേ വന്നൊരു കോളും അതായിരുന്നു. പ്രേക്ഷകരോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 3ഉം 8ഉം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്ന എനർജിയാണ്. പക്ഷെ പേരാണെങ്കിൽ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറയേണ്ടത്. 35 ആണ് എനർജി വരുന്നത് പേരിൻ്റെ എനർജി. പേര് അതിൽ സപ്പോർട്ടീവ് അല്ല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെയായിരിക്കും നന്നാവുക കേട്ടോ. എന്താണ് അനന്തലക്ഷ്മി എന്നുള്ളതിൽ നോക്കട്ടെ, പെട്ടെന്ന് എന്തൊക്കെ ചെയ്തു തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കാം. ഒരു കുഴപ്പമില്ലാത്ത പേര് പറയാം. ഒരു 100% ബെസ്റ്റ് ആണെന്ന് പറയുന്നില്ല. ഇപ്പോൾ അനന്തലക്ഷ്മി എന്നുള്ളതിൽ LA എന്നുള്ളതിന് പകരം LE ആക്കുക. ലക്ഷ്മിക്ക് ലക്ഷ്മി LE ലക്ഷ്മീൻ്റെത് LE. ലക്ഷ്മി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഉണ്ടല്ലോ LEKSHMI. അത് നിങ്ങൾ ആദ്യം പറഞ്ഞത് LA എന്നാണല്ലോ ലക്ഷ്മിക്ക്. അപ്പൊ ആ A മാറ്റിയിട്ട് E ആക്കുക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും, കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള പേരാകും. എന്ന് പറഞ്ഞാലും പിന്നെ 100% ബെസ്റ്റ് എന്നല്ല പറയുന്നത്, നല്ല പേരാകും അപ്പോൾ കുറെയൊക്കെ. അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായി. ഇനി ഓക്കെ, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പേരിൻ്റെയും ഇതും അവസ്ഥ. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയി തിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുക അതിൻ്റെ ഒരു എനർജി പ്രകാരം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ അനന്തലക്ഷ്മിയാണ് അമ്മയാണ്, പ്രഭയാണ് വിളിച്ചത്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3 ലൈഫ് പാത്ത് നമ്പർ 8 ആണ്. 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നേരത്തെ ഇത് തന്നെയാണ് പറഞ്ഞത്.
അപ്പോൾ 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരൽ തന്നെ കുറച്ച് ബെസ്റ്റായിട്ടുള്ള പേര് തന്നെ വേണം. ഒരേ സമയം നമുക്ക് അടുപ്പിച്ച് ഒരുപോലെയുള്ള 2 എനർജീസിൻ്റെ കോളാണ് വന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പേര് അത് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് വ്യാഴത്തിൻ്റെ എനർജിയിലാണ്. വ്യാഴത്തിൻ്റെ എനർജിയിൽ ആണെങ്കിലും വ്യാഴത്തിൻ്റെ 1, 2 എനർജി. അപ്പോൾ വ്യാഴത്തിന് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 3, 12, 21, 30, 39 ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടുക എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിലത്തെ എല്ലാം ബെസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറാണെന്ന് അർത്ഥമില്ല. പൊതുവേ ന്യൂമറോളജിയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചവർ ധരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് പേരിൻ്റെ എനർജി 5 അല്ലെങ്കിൽ പേരിൻ്റെ എനർജി 3 എന്ന് കരുതിയാൽ ഈ 3 എന്ന എനർജി ഏത് നമ്പറിലാണ് 3 വരുന്നതെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതാ പറഞ്ഞത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 + 2 3 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 + 1 3 അതേസമയം 12നേക്കാളും ഒരുപാട് ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണ് 21. പക്ഷേ ഇതിലും 1ഉം 2ഉം തന്നെയാണ്, ഇതിലും 2ഉം 1ഉം തന്നെയാണ്. പക്ഷേ ആ എനർജിയിൽ മാറ്റമുണ്ട്. അതുപോലെ എല്ലാ സംയുക്ത സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജി ഉണ്ട്. അതിൻ്റെ ആ 3 എന്നതായാലും ഏത് നമ്പർ ആണെങ്കിലും അതിൽ നിന്ന് ഉപരിയായിട്ട് മറ്റൊരു എനർജി കൂടി ആ നമ്പറിലുണ്ട് എന്ന് ചുരുക്കം. നമുക്ക് വീണ്ടും ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാർ, എൻ്റെ പേര് ഷാജഹാൻ. ഷാജഹാൻ എവിടെ നിന്നാണ്? ഷാജഹാൻ സാർ, എൻ്റെ വീട് കൊല്ലം കരുതാപ്പള്ളി. ഓക്കെ. AS അല്ലേ? ഷാജഹാൻ AS എന്നല്ലേ പറഞ്ഞത്? ആൽഫ അല്ലേ? ഒരു ഉള്ളു സാർ. ഓക്കെ. ഇപ്പോൾ ഷാജഹാൻ ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും സാറേ. 1971 ജൂൺ 11. 11/6/1971 സാർ. 1971 ജൂൺ 11. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ സാർ. ഹലോ ഷാജഹാൻ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 8 അപ്പോൾ ലൈഫ് പാത്ത് നമ്പർ 8 വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ കാണുന്ന പ്രേക്ഷകരായിട്ട് പറയുന്നതാണ്. ഇപ്പം 3 ലാസ്റ്റ് വിളിച്ച 3 നമ്പറിലും ഈ ലൈഫ് പാത്ത് 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്താ പറയുക, ഇന്ന് മൊത്തം ഒരു 8ൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലും പ്രകടമാകുന്നത്. നമ്മുടെ 80ാമത്തെ എപ്പിസോഡ് കൂടിയാണിത്. ഓക്കെ. അപ്പോൾ ഷാജഹാൻ എന്നുള്ള ഒരു എനർജി 5ൻ്റെ എനർജിയിലാണ് വരുന്നതാണ്. വലിയ ദോഷം പറയാനില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല. ഈ അങ്ങനെ ഒരു മുടക്കം വരാനുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസപരമായിട്ട് അറിവ് നേടാൻ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അറിവ് നേടാനും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. കാരണം അറിവ് നേടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള അത്രയും കഴിവുകൾ ഇതിലുണ്ടെങ്കിലും മറ്റ് പല ബ്ലോക്കുകളും അതിലും കാണുന്നുണ്ട്. അതാണ് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം. നമുക്ക് പേര് എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? ഞാൻ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് മാനസികമായിട്ടുണ്ടാകുന്ന എന്തുവാണ് എനിക്ക് ബാധിക്കുന്ന അറിയത്തില്ല. അപ്പം ഡ്യൂട്ടിക്ക് ആകാൻ സമയത്ത് പറ്റുന്നില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും. പക്ഷെ അങ്ങനൊക്കെ സർവീസ് തടസ്സങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കായിരുന്നു. അല്ല, ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ ലൈഫ് പാത്ത് 8 വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും വരുമ്പോൾ അത്ര പ്രശ്നം കാണുന്നില്ല. നിങ്ങളുടെ പേരും മികച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ചോദിക്കാതിരുന്നത്. പേര് ഓൾറെഡി കുഴപ്പമില്ലാത്ത എനർജിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോലീസ് ഓഫീസറൊക്കെ ആ ലെവലിലേക്കൊക്കെ ഉയരാൻ വേണ്ടി സാധിച്ചതും അതുകൊണ്ടാണ്. കാരണം ആ പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലത്തെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എന്ന എനർജി വരുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ
11 എന്ന ഇത് അത് പറഞ്ഞ ഒരു മാസ്റ്റർ നമ്പർ കൂടിയാണ്. 2ന്റെ കുറേ നമ്പർ ഉണ്ടെങ്കിലും അതിൽ 11 കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നമ്പറാണ്. 11ന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളെ കുറിച്ചിട്ട് ആൾക്കാർ എന്ത് ചിന്തിക്കും, അവരെന്താണ് ചിന്തിക്കുക, അത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ തന്നെ മാനസിക സംഘർഷം അതിൽ വളരെ ഇതുണ്ട്. അതായത് ഒന്നിക്കൽ ഹൈ BP ആവാൻ, അല്ലെങ്കിൽ മനസ്സിനെ സന്തുലിതമാക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുക, അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിൽ പിന്നെ പറയേണ്ട കാര്യങ്ങളാണ്. ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ ഇതിൽ പിന്നെ പറയാൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഒരു സ്റ്റോൺ ഞാൻ പറഞ്ഞുതരാം, അത് ധരിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ പിന്നെ അപ്പോൾ അത് കാറ്റ്സ് ഐ എന്നുള്ള ഒരു സ്റ്റോൺ ആണ്. കാറ്റ്സ് ഐ തന്നെ. അതെ, CAT, അത് പൂച്ചയുടെ കണ്ണ്, അത് ഓർത്താൽ മതി. കാറ്റ്സ് ഐ വൈഡൂര്യം. ഓക്കെ, ഇത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മാനസിക സംഘർഷത്തിന് കൂടുതൽ ഒന്ന് അയവ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വേറെ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളായിട്ടേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ, അല്ലാതെ പേര് ഒരു ദോഷമായിട്ടുള്ള പേരല്ല. ഇപ്പോൾ ഈ വിദ്യാഭ്യാസം കുറച്ചുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഈ പോലീസ് ഓഫീസർ എന്ന നിലയിൽ തന്നെ ഉയർന്ന റാങ്കിൽ നിങ്ങൾക്ക് ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എന്റെ ഒരു വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള റാങ്കിൽ ഞാനിപ്പോ നിൽക്കുന്നുണ്ട്. പിന്നെ പോലീസിൽ കിട്ടിയ ട്രെയിനിങ് ഒക്കെ അതിനനുസരിച്ചുള്ളതെല്ലാം ട്രെയിനിങ് ഞാനോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കാഡമിക്കിലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതെ, അക്കാദമിക് ബ്ലോക്ക്, അത് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് ഉയരങ്ങളിൽ പോകാം, അത്രയും അറിവുണ്ട്, പക്ഷെ അതിന് ബ്ലോക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതിന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താമായിരുന്നു. അപ്പോൾ ഈ കാറ്റ്സ് ഐ എന്ന് പറഞ്ഞ സ്റ്റോൺ തീർച്ചയായിട്ടും സിൽവറിൽ ധരിക്കാം. നിങ്ങൾ സിൽവർ ആയിരിക്കുമല്ലോ ധരിക്കുക, അല്ലേ? അപ്പോൾ സിൽവറിൽ ധരിക്കാൻ പറ്റുന്നതാണ്. ധരിക്കേണ്ട ദിവസം പിന്നെ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പേ ധരിക്കണം. അതൊരു ശുക്ലപക്ഷത്തിലായിരിക്കണം ധരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാനും സാധിക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. എന്തായാലും പിന്നെ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, വെൽക്കം. ശരി. അപ്പോൾ പിന്നെ മിസ്റ്റർ ഷാജഹാനാണ് വിളിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പേഴ്സണാലിറ്റി നമ്പർ ലാസ്റ്റിൽ വിളിച്ച 2 കോളുകൾ അല്ലേ, 3-8 ആയിരുന്നു. ഇതിപ്പോൾ 2-8 ആയിട്ടുണ്ട്. എന്നാലും 8-ൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ മറ്റുള്ളവരെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ അത്ര ഞാൻ കുറ്റം അതിന് മാത്രം പറയേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഒരു 100% ആയിട്ട് ബെസ്റ്റായിട്ടുള്ള പേര് അല്ല എങ്കിൽ പോലും പിന്നെ ഒരു 80% ബെസ്റ്റായിട്ടുള്ള പേരാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ജോലി നേടാനും അതായിട്ട് മുന്നോട്ട് പോകാനും എന്തായാലും തീർച്ചയായിട്ടും അല്ലേ, ജീവിത യാത്രയിൽ ചെറിയ തടസ്സങ്ങളും ഉയർച്ചകളും താഴ്ചകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ഇനി എത്ര വലിയ ആളാണെങ്കിൽ പോലും. അത് ഇനിയിപ്പോൾ നമുക്ക് ഏത് വ്യക്തിയെ നമുക്ക് പരിചയം, പക്ഷേ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ മുകളിലേക്ക് തന്നെ പോകും എന്നതാണ് അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വിസ്മയ. യെസ്, ഓക്കെ. പേര് നമ്മളെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? ഇനീഷ്യൽ അടക്കം കൃത്യമായി അങ്ങ് പറഞ്ഞിരിക്കുന്നത് വിസ്മയ. യെസ് അല്ലേ? ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? 3/9/2001. 3/9/2001 അല്ലേ? വിസ്മയ. യെസ്, VISMAYA. യെസ് അല്ലേ? 3/9/2001. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ശരി. വിസ്മയ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 6. അപ്പോൾ 3ന്റെയും 6ന്റെയും കൂടിച്ചേരലാണ്. ഞാൻ ഒരുപാട് തവണ സംസാരിച്ച ഒരു കാര്യമാണ് 3ഉം 6ഉം. അപ്പോൾ വീണ്ടും ഞാൻ സംസാരിച്ച് സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് 3ഉം 6ഉം.
പക്ഷേ ഇപ്പോൾ അത്ര ശക്തിയൊന്നും ആ പേരിനില്ല അത് ഈ പറഞ്ഞ അത്ര. ഓക്കെ, അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തുക. എസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താ വിസ്മയുടെ? അമ്മയുടെ പേരിന്റെ അമ്മയുടെ പേരെന്താ? എന്താണ്? സുലഭ. 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 പിന്നെ വേറെ എന്താണ് പേരിന്റെ കൂടെ വെക്കാൻ പറ്റുക? സുലഭ എന്ന് വെച്ചിട്ടും കാര്യമില്ല, ബെസ്റ്റ് ആകുന്നില്ല. യെസ്, വേറെ എന്തെങ്കിലും ലെറ്റർ കൂടി വെക്കാൻ പറ്റുമോ? വേറെ അച്ഛന്റെ പേര് ഉണ്ട്, വിജയകുമാർ. ആ, ഒരു മിനിറ്റ്. ഞാനൊരു നല്ല പേര് പറഞ്ഞുതരാം. അത് വെക്കാൻ വേണ്ടി പറ്റുമോ നോക്കുക. അതായത് വിസ്മയ വിജയ്. അത് ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഗിവൺ നെയിം പോലെ തന്നെ വിജയ് എന്ന് കൊടുക്കണം. അച്ഛൻ്റെ പേര് വിജയ്, എന്താ പറഞ്ഞ വിജയകുമാർ എന്നല്ലേ പറഞ്ഞ? അപ്പോൾ അതിപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിജയ് തന്നെ കൊടുക്കാം. ഒരു പേര് പൂർണ്ണമായിട്ടും കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ്റെ പേരാകുകയും ചെയ്തു, പേര് കേൾക്കാനും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേരായി. പിന്നെ ന്യൂമറോളജി എനർജി പ്രകാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വളരെ, കാരണം ഈ പേഴ്സണാലിറ്റി 3 ലൈഫ് പാത്ത് നമ്പർ 6 വന്നു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള പേര് വേണം, എങ്കിൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിസ്മയ വിജയ് എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഉയരങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഒരു പേരും പ്രശസ്തി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വിസ്മയ വിജയ്, മറ്റേ അത് പറ്റുമെങ്കിൽ നിയമപ്രകാരം എല്ലാ സ്ഥലത്തും മാറ്റാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം നമുക്ക് പേര് മാറ്റുന്നത് ബുദ്ധിമുട്ടല്ലല്ലോ പ്രശ്നം, നമ്മുടെ ജീവിതം അല്ലേ ഉയരങ്ങളിൽ എത്തുകയാണല്ലോ നമുക്ക് വേണ്ടത്. ചില ആൾക്കാർ ചെറിയ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഒരു ദിവസം പോയിട്ട് ഈ അപേക്ഷ കൊടുത്തിട്ട് പേര് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നിൽക്കുക എന്നുള്ള ഒരു കണ്ടീഷനാണ് അവർ സ്വീകരിക്കുക. എന്തായാലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. അത് പേരിൽ തന്നെ നിയമപ്രകാരം തന്നെ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം വിസ്മയ. ഓക്കെ, എന്തായാലും പിന്നെ പേരിൽ ഒരു മാറ്റം നല്ല അല്ലേ, പേര് കേൾക്കാനും നല്ലതാണ്. ഒപ്പം അല്ലേ ഇഷ്ടം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് പേര് ന്യൂമറോളജി പ്രകാരം എന്തെങ്കിലും തിരുത്തി അല്ലേ, ലെറ്ററുകളൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി മറ്റുള്ളവർക്ക് വായിക്കാനൊക്കെ പറ്റാത്ത സ്ഥിതിയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് നോർത്ത് ഇന്ത്യനിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അതിലും ബെസ്റ്റ് നമുക്ക് പേര് തന്നെ മാറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, വായിക്കുമ്പോഴായാലും അല്ലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഒരു നല്ലൊരു പേര് കൂടി ആയിക്കഴിഞ്ഞാൽ അത് ന്യൂമറോളജി പ്രകാരം ബെസ്റ്റ് ആയിട്ടുള്ള പേരുമാണെങ്കിൽ വളരെ നല്ലതായി അല്ലേ. അതുപോലെ ആ കുട്ടിക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? ആരിഫ. ഓക്കെ, ആരിഫയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ആരിഫയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 21/4/1986. ആരിഫയുടെ ഫുൾ ആയിട്ടുള്ള പേര് പറയൂ. ആരിഫ ഹംസ എന്നാണ് അച്ഛന്റെ പേര്. ഹംസ. ആരിഫ ഹംസ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? കൊറേ മുന്നേ വിളിച്ചേക്ക്, ജോലിയൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. നമ്മള് സെപ്റ്റംബറിൽ ശരിയാവുമെന്ന് പറഞ്ഞിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമാണോ പറഞ്ഞത്? 86 21/4/86. ആരിഫ ഹംസ. ഞാൻ ഓക്കെ, എനിക്ക് വിളിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് നിങ്ങളോട് ഞാൻ ഒരു പേരിലൊരു മാറ്റം വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തായിരുന്നോ? പേര് എന്റെ പേര് മാത്രം തന്നെ വിളിക്കണുള്ളൂ, അതിന്റെ കൂടെ പല പേരൊന്നും ഇട്ടിട്ടില്ല, വിളിക്കലില്ല. ആരിഫ എന്ന് മാത്രം തന്നെ ഉള്ളൂ. ഈ ഹാരിഫ ഹംസ എന്ന് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് തീർച്ചയായിട്ടും കേട്ടോ. നിങ്ങൾ അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കിയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞതിനെ കൊണ്ട് വല്ല കാര്യമില്ല. നമ്മളൊരു മാറ്റം വരുത്തിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പേര് കൂട്ടണോ, എങ്ങനെ എനർജി ഇല്ലാത്ത ആരിഫ ഹംസ എന്നുള്ള പേര് വെക്കുക.
ബുദ്ധിമുട്ടാണ്. ആ ഹംസ ആ HUMSA ആ ആ ഹംസ. ആരിഫ ഹംസ എന്ന് വെക്കുക. പിന്നെ 21/4 അല്ലേ? ഓക്കെ, ഞാനത് ഓക്കെ. നിങ്ങൾ ഞാനന്ന് നിങ്ങളോട് പേര് മാറ്റുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ലൈഫിൽ ഒരു മാറ്റം വരിക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റം വരുത്തുക. അല്ലാണ്ട് നമ്മളിങ്ങനെ അറിഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞു ആ പേര് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് അങ്ങനെ മാറ്റിയാൽ മതിയാ? പിന്നെ ആ പേര് ഇപ്പോൾ ഈ ആരിഫ ഹംസ നിങ്ങൾ അതിന് അന്ന് പറഞ്ഞത് ഒരു ഇനീഷ്യൽ ആയിരുന്നല്ലോ പറഞ്ഞത് പേരിന്റെ കൂടെ. അതന്നെ. അപ്പോൾ ആ പേരിൽ ആ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആരിഫ ഹംസ എന്ന് മാത്രം ആക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അതല്ലാതെ നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം വിളിച്ചതിനെ കൊണ്ടും പ്രത്യേകിച്ച് ഒരു മാറ്റം വരുന്ന സാധ്യതയില്ല. കാരണം എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് അങ്ങനെ തന്നെയാണ് പോവുള്ളൂ. ജോലിൻ്റെ കാര്യം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ പേരിൽ മാറ്റം വരുത്തുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ഇത് നിങ്ങൾ പേര് ഞാൻ പറഞ്ഞു ഇതുപോലെ എനർജി പ്രകാരം ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. പിന്നെ എന്താ എനിക്ക് സംഭവിക്കാത്തതെന്ന് ചോദിക്കുന്നതിനെ കൊണ്ട് പിന്നെ വേറെ അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹാരിഫ ഹംസ എന്ന് മാത്രം റെക്കോർഡിങ്ങിൽ എല്ലാ സ്ഥലത്തും ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അത് മാറ്റം വരുത്തുക. അല്ലാണ്ട് നിങ്ങൾ അറിഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. എന്താണോ പഴയത് അതുപോലെ തന്നെ പോവുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് ഹാരിഫ ആണ്. ഹാരിഫ ഇതിനു മുമ്പേ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഇത് ഈ പ്രോഗ്രാമിൽ. അപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു ഞാൻ പേരിൽ ഇതുപോലെ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇതുപോലെ ഒരു ഗുണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മളെന്താ അതറിഞ്ഞു, ഓക്കെ വിട്ടു. പക്ഷേ ആ ഗുണം ഉണ്ടാവേണ്ടത് എന്തേ കിട്ടാത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ മാറ്റം വരുത്തണം. മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഗുണങ്ങളും ഉണ്ടാകുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ കർമ്മഫലം ഉണ്ടാവുള്ളൂ. അതുപോലെ കർമ്മഫലത്തിൽ മാറ്റം വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നോക്കി ഇതെന്താ ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണെന്ന് അല്ല പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ പറയാണ് എനിക്ക് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ ലെറ്റർ വേണ്ടത് അല്ലേ, അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രിൻ്റ് എടുത്തു, അതിൻ്റെ ലെറ്റർ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് ഈ പ്രിൻ്റർ ഈ പേപ്പറിൽ നോക്കിയിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് പ്രിൻ്റ് ഔട്ട് വരുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറ്റം വേണമെങ്കിൽ നമ്മൾ ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത് യഥാർത്ഥത്തിൽ. അതായത് കർമ്മം മാറ്റിക്കഴിഞ്ഞാലേ കർമ്മഫലത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ കർമ്മഫലം നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ട് അതിൽ മാറണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിൽ മാറ്റം വരുത്തേണ്ട സമയത്ത് തീർച്ചയായിട്ടും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈവൻ ന്യൂമറോളജിയിലായാലും നമ്മളൊരു കാര്യം അറിഞ്ഞു, ഓക്കെ ഇന്ന കാലം വരുമ്പോൾ എനിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു, പക്ഷേ ആ പേരിൽ ഒന്നിനും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ എന്താ ഇപ്പോഴെന്താണുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അർച്ചന. അർച്ചന എവിടുന്ന വിളിക്കുന്നത്? ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മോന്റെ അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 6 സെപ്റ്റംബർ 2019. 6/9/2017. എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? ഋതു വൈഭവ്. എന്താണ്? ഋതു വൈഭവ്. ഋതു. ഓക്കെ. അതൊക്കെ ആപ്പില്ലാണ്ട് സിംഗിൾ നെയിം ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഋതു വൈഭവ് എന്നല്ലേ? അതെ അതെ. ഞാൻ ഋതു വൈഭവ് എന്ന് പറഞ്ഞ് വേറെ ഇനിഷ്യൽ വല്ലതും ഉണ്ടോ? ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. സ്കൂളിലൊക്കെ ഋതു വൈഭവ് ഋതു വൈഭവ് എന്ന് മാത്രമേ ഇട്ടുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഞാൻ സ്പെല്ലിംഗ് ഒന്ന് കൺഫേം ചെയ്യാം. RITHUYBHAVE.
VY അല്ലേ? VY VAI ആണ്. വൈ എന്നല്ല അല്ലേ? VAI അല്ലേ? വൈ അല്ല, VAI. VAI BAB BAB അല്ലേ? BH ആണ്. അതെങ്കിൽ നിങ്ങൾ ഇത്രയും സ്പെല്ലിങ് മാറ്റം വരുത്തുന്ന പറയണ്ടേ, അല്ലാതെ ഞാൻ ഇപ്പം ഋതു വൈഭവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ RITHUVAIBHAV അല്ലേ? അതെ അതെ. ആ ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 7 വരുന്നത് കേട്ടോ. 6ഉം 7ന്റെയും ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ ആ പേരിട്ടിരിക്കുന്നതും അത്ര ബെസ്റ്റ് അല്ല. ഋതു വൈഭവ് എന്ന് പറയുമ്പോഴേക്കും 40ന്റെ എന്താ വരുന്നത്, അതായത് രാഹുവിന്റെ എനർജിയിലാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ അത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരല്ല. പിന്നെന്താ ഇനീഷ്യൽ എന്താണ് പറഞ്ഞത് നേരത്തെ? CA. CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുപേരാണോ? അതെ അതെ. അച്ഛൻ്റെ പേരെന്താണ്? അഖിൽ. അല്ലേ? അപ്പോൾ പിന്നെ ഈ ഋതു വൈഭവ് എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ, അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാകും. അപ്പോൾ സ്കൂളിലൊക്കെ അതൊന്ന് തിരുത്തി റെഡിയാക്കുക ഇപ്പം തന്നെ. ഇപ്പോഴുള്ള സ്പെല്ലിംഗ് ഒന്നുകൂടി ഞാൻ പറയാം, സ്പെല്ലിംഗ് റിപ്പീറ്റ് ചെയ്യാം, അതൊന്ന് കൺഫേം ചെയ്യാം. RITHUVAIBHAV. പിന്നെ ഇനീഷ്യൽ എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരായി, ഭാഗ്യത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യത്തിനെ കൊണ്ടുവരും അത്. അപ്പോൾ ഓക്കെ, അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അർച്ചനയാണ് വിളിച്ചത്, മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും മകൻ്റെ പേരിൽ എന്താ പറയുക, ഇപ്പോഴുള്ള അവസ്ഥയിൽ അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള അവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ബെസ്റ്റാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പാരൻസിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് എന്നുള്ളത്. അത് ആ കുട്ടി ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കേണ്ട എനർജിയാണ് അല്ലേ? അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എനർജിയിലാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അത് ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഇതാണ് നമ്മളെ ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. പിന്നെ ആർക്കെങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. 62 38 68 18 81. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഒന്നുകൂടി പറയാം, 6238681881. അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.